അടിപൊളി പടമാണ്. അടിപൊളി പടം. വൺ ടൈം വാച്ചാണ്. കുഴപ്പമില്ല. പടം അടിപൊളി പടം. നന്നായിട്ടുണ്ട്. അടിപൊളി പടം. അടിപൊളി പടം. കൊള്ളാം. രാജുവേട്ടൻ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ KGF നമ്മൾ മറക്കും. അടിപൊളി പടം. അടിപൊളി കിള്ളം പടം. നല്ല പടമാണ്. നല്ല വയലൻസ് ഒക്കെ ഉണ്ട്. പാർട്ട് 2 വേണ്ടി വെയിറ്റിംഗ് ആണ്. പോരാ. അടിപൊളിയാണ്. നല്ല പടം. ബിൽഡപ്പ് സൂപ്പറായിരുന്നു. പ്രഭാസ് അടിപൊളിയായിട്ട് തിരിച്ചറിവ് തന്നെ അടിപൊളി. പ്രഭാസിന്റെ ഒരു കമ്പാക്ക് ആയിരുന്നു. ഓക്കെ, സൂപ്പർ. അടിപൊളി പടം. ആവറേജ്. പടം അത് എനിക്ക് അങ്ങോട്ട് ക്ലിക്കായിട്ടില്ല, കണക്റ്റ് ആയില്ല, അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്തോ ഒരു പോരായ്മ, ഒരു തൃപ്തിക്കുറവ് അതെനിക്ക് കിട്ടി. പിന്നെ വയലൻസ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി വയലൻസ് ഒക്കെയാണ്. അതായത് കരകുരാന്നൊക്കെ ആൾക്കാരെ വെട്ടിക്കൊല്ലണതൊക്കെ അതൊരുമാതിരി എന്തോ ഇതായി തോന്നി എനിക്ക്. മൊത്തത്തിൽ ഒരു തൃപ്തി കിട്ടിയില്ല പടം, അത്രേ ഉള്ളൂ. പടം നല്ല മൂവിയാ. ഒരു സെക്കൻഡ് പാർട്ടിലേക്കുള്ള ബിൽഡപ്പാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തു. ബട്ട് പൃഥ്വിരാജും പ്രഭാസും അവർ തമ്മിലുള്ള കോമ്പിനേഷനും പെർഫോമൻസൊക്കെ സൂപ്പറാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ഫൈറ്റൊക്കെ ആ ഒരു ബിൽഡപ്പ് ചെയ്യാനുള്ള ആ ഒരു കൺസാർ എന്ന് പറഞ്ഞ ലോകമാണ് അവർ ബിൽഡപ്പ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ഡൾ ഉണ്ടായിരുന്നു. ബട്ട് മേക്കപ്പ് ആകും. ബട്ട് ഞാൻ പറയും KGF ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് ഈ പടം മൊത്തം സെക്കൻഡിലേക്കുള്ളൊരു ബിൽഡപ്പാണ്. അത് നമുക്കൊരു ലാസ്റ്റ് 10 മിനിറ്റ്സ് അറിയാൻ പറ്റും സെക്കൻഡ് എന്താ വരാൻ പോണത്. അത് വൻ ഹെവി ആണ്. ഇത് കാൻസാർ എന്ന ലോകത്തെ ബിൽഡ് ചെയ്യാനാണ് ഫസ്റ്റ് സീസ്ഫയർ എന്ന് പറഞ്ഞാൽ. പിന്നെ എനിക്ക് പൃഥ്വിരാജിൻ്റെ റോള് അടിപൊളിയായിരുന്നു. പുള്ളി സ്ക്രീൻ സ്പേസ് ഒക്കെ സൂപ്പറായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലൈമാക്സിലൊരു ഫൈറ്റ് ഉണ്ട് പൃഥ്വിരാജും. അത് നമ്മൾ ട്രെയിലർ കണ്ടാണ്, ചെറിയ ഷോട്ട്. അത് ചുമ്മാ കിടുമായിരുന്നു. എന്തായാലും തിയേറ്റർ മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് ആണ്. കാണുവാണെങ്കിൽ തിയേറ്റർ തന്നെ കാണണം. മറ്റൊരു KGF പ്രതീക്ഷ പോകണ്ട.